ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇപ്രകാരം ദൈവത്തിന്റെ വചനവുമായിട്ട് എളിയവനായ അടിയന്റെ മുമ്പാകെയായിരിക്കാൻ സർവശക്തനായ ദൈവം എന്നെ എളിയാക്കിയതോർത്ത് ദൈവത്തെ നന്നോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പുൽപ്പറ്റിന്റെ പുറകെ നിൽക്കുമ്പോൾ പ്രിയ ദേവദാസനോടുള്ള ആ നന്ദിയെ ഓർത്തുകൊണ്ട് തന്നെ പുൽപ്പറ്റിൽ ഞാൻ നിൽക്കുകയാണ്. എന്നെ പ്രേരിപ്പിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച ആ ദേവദാസനെ എപ്പോഴും ഓർക്കുന്നു. പ്രത്യേകിച്ച് പുൽപ്പറ്റിന്റെ പുറകെ നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഓർക്കുവാനും സാധിക്കുന്നു. രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്റെ എളിയ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ നിന്നും പുതിയ നിയമ പുസ്തകത്തിൽ നിന്നും രണ്ട് ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യമായി ശൗൽ എന്ന ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ കൂടി ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശൗലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലെ ശൗലിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദാവീദുമായുള്ള ഇൻസിഡന്റ് അല്ലെങ്കിൽ വളരെ ദുഷ്ടനായ ക്രൂരനായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ശൗലിനെ പറ്റി നാം പലപ്പോഴും പെട്ടെന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സൺഡേ സ്കൂൾ കാലം മുതൽ നാം വളരെ ആഴത്തിൽ പഠിക്കുന്നതും ചിന്തിക്കുന്നതുമായ ഒരു വ്യക്തിയാണല്ലോ ശൗൽ. എന്നാൽ ആ ശൗലിന്റെ ആ ജീവിതത്തിന്റെ ആരംഭത്തിൽ അവൻ എപ്രകാരം ഉള്ളവനായിരുന്നു എന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. 1 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ബെന്യാമീൻ ഈശ് എന്ന പേരുള്ള ഒരു സൈന്യമുണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അപ്പീഹിന്റെ മകനായ ബെഖോറത്തിന്റെ മകനായ സെറോസിന്റെ മകനായ അബീയേലിന്റെ മകനായിരുന്നു. അവൻ ശൗൽ എന്ന പേരുടെ യൗവനും കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരേക്കാളും ഇപ്പോൾ മുതൽ സുഖമേറിയവനായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശൗലിനെ പറ്റി വളരെ വ്യക്തമായും ആഴമായും അവന്റെ ആ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചും അവന്റെ പ്രത്യേകതകളെ കുറിച്ചും വളരെ ആഴത്തിൽ നമ്മോട് ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. താൻ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. താൻ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനായിരുന്നു. താൻ ഒരു വളരെ കോമളത്വമുള്ള, മറ്റുള്ള എല്ലാവരെക്കാളും കോമളത്വമുള്ളവനായിരുന്നു. മാത്രവുമല്ല അവനൊരു യൗവനക്കാരനായിരുന്നു. ഒരു ഏറ്റവും പ്രത്യേകത എന്നുള്ളത് അവനൊരു യൗവനക്കാരനായിരുന്നു. ആ യൗവനക്കാരന്റെ ആരോഗ്യവും കർശനിപ്പും തീർച്ചയായും ആ ശൗലിന് ഉണ്ടായിരിക്കാം. മാത്രവുമല്ല പിന്നെയും കാണുകയാണ്, അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ശൗലിന്റെ ബാഹ്യമായ പ്രത്യേകതകളെ കുറിച്ച്, അവന്റെ ആ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, നന്മകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഭൗതികമായ നന്മകളാൽ സമ്പുഷ്ടമായ ഒരു ശൗൽ. പിന്നീട് 9, 10, 11 അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ നാം അവന്റെ മാനസികമായ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയുടെ പ്രത്യേകതകളെ കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 9-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് അറിയാം, തന്റെ പിതാവിന്റെ കഴുതുകളെ അന്വേഷിച്ച് ഒരു വൃത്തിരമത്ത് ശൗൽ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ആ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ശൗൽ തന്റെ വൃത്തിനോട്, അതിനു മുൻപ് 6-ാം അധ്യായത്തിൽ കാണും, അതിന് അവൻ ഒരു പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷെ പറഞ്ഞു തരും എന്ന് അവരോട് പറഞ്ഞു. ഒരു ശൗലിന്റെ മറ്റൊരു പ്രത്യേകത നാം കാണാൻ പോവുകയാണ്. അവന്റെ കൂടെയുള്ള ആളിന്റെ വാക്കുകളെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന ഒരു ശൗലിനെ നാം കാണുകയാണ്. കൃത്യം പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദൈവപുരുഷൻ അവിടെ ഉണ്ട്, നമുക്ക് ആ ദൈവപുരുഷനോട് ഒരു ആരാധന ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വഴി ചോദിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കാം, കണ്ണുകളെ തേടി പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ ശൗൽ വളരെ ആശ്രമയോടെ ക്ഷമയോടെ ആ വാക്കുകളെ കേട്ട് വൃത്തിനോട് പറയുകയാണ്, എങ്കിൽ ശരി, നമുക്ക് ആ ദൈവപുരുഷന്റെ അരികിലേക്ക് പോകാം. ശൗലിന്റെ ഒരു സ്വഭാവ സവിശേഷത കാണുകയാണ്. അവൻ അനുസരിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ ആ ശൗലിനുണ്ടായിരുന്നു. മാത്രവുമല്ല ശൗൽ പിന്നീട് പറയുകയാണ്, നമ്മൾ പോകുന്നുവെങ്കിൽ ആ 7-ാം അധ്യായത്തിൽ അവന് എന്താണ് കൊടുക്കുവാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോകുമ്പോൾ
അവൻ ദൈവത്തിന് കൊടുക്കുവാനും മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ശൗലെന്ന് നാം കാണുകയാണ്. വെറുതെ പോവുകയല്ല ശൗൽ ചെയ്യുന്നത്. ശൗൽ പറയുകയാണ്, ആ ദൈവപുരുഷന്റെ അങ്കിലേക്ക് പോകുമ്പോൾ അവന് നമുക്ക് എന്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, അതിനും കൃത്യമായ മറുപടിയാണ് നൽകുന്നുള്ളത്. നമുക്ക് ആ വാക്കുകൾ കൂടി കാണുവാനായിട്ട് സാധിക്കും. ശൗലിന്റെ ഒരു പ്രത്യേകതയാണ് അവൻ അനുസരിക്കുവാൻ, മറ്റുള്ളവരെ പരിഗണിക്കുവാൻ അവന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. മാത്രമല്ല ദൈവത്തിന് കൊടുക്കുവാനും അവനൊരു മനസ്സുണ്ട് എന്ന് നാം കാണുകയാണ്. അതിനപ്പുറമായിട്ട് നമുക്ക് ഈ വാക്യം കൂടി ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് അവൻ ദൈവത്തിന്റെ ആലോചനയെ ചോദിക്കുവാൻ അവന് മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പുസ്തകത്തിൽ ഒരാൾ വഴിക്ക് പോകുമ്പോൾ അവിടെയുള്ള ദൈവപുരുഷനോട് അല്ലെങ്കിൽ ഒരു ദർശകനോട്, പ്രവാചകനോട് ആലോചന ചോദിക്കുക പതിവായിരുന്നു. അതുപോലെ ആ ആലോചനയ്ക്ക് ചെവി കൊടുക്കുവാനായി, ആ ദർശകന്റെ വാക്കുകൾക്ക് വില കൊടുക്കുവാനായി ശൗൽ ഇവിടെ തീരുമാനിക്കുകയാണ്. ശൗലിന്റെ മറ്റൊരു പ്രത്യേകത, തന്റെ മുൻപോട്ടുള്ള യാത്രകളിൽ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ അവന് മനസ്സുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ശൗൽ ആ വൃത്തിനോട് ചേർന്ന് ആ പട്ടണത്തിലോട്ട് ചെന്ന് ആ ശമൂവേലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ശൗലിങ്ങനെ വരുമെന്നും അവനാണ് ഇസ്രായേലിന്റെ അടുത്ത രാജാവായി വാഴുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കർത്താവ് ശമൂവേലിന് അവിടെ നേരത്തെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശമൂവേൽ നിൽക്കുമ്പോൾ ശൗൽ കടന്നു വരികയാണ്. ശൗൽ കടന്നു വന്നപ്പോൾ തന്നെ ആ ശമൂവേലിനോട് ശൗൽ ഇങ്ങനെ പറയുകയാണ്, നിന്നെ രാജാവാക്കി ഞാൻ മാറ്റുവാനായിട്ട് പോവുകയാണ്. ഒന്നാം വാക്യത്തിൽ കാണും, നിന്നെ രാജാവാക്കി മാറ്റുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശൗലിന്റെ ഒരു മറുപടിയാണ് നമ്മെ വളരെ ആശ്ചര്യമാക്കി തീർക്കുന്നത്. 21-ാമത്തെ വാക്യാണ്, അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിൽ ഉള്ളവനെന്നും തന്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. ശൗലിന്റെ മറ്റൊരു പ്രത്യേകത നാം കാണുകയാണ്. അവൻ തന്നെ താഴ്ത്തുവാൻ, തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാനുള്ള ഒരു സ്വഭാവ സവിശേഷത നാം ശൗലിൽ കാണുകയാണ്. ശൗലിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഒരു ജഡത്തില് ഞാൻ എല്ലാവരെക്കാളും മികച്ചവനാണ്, ഞാൻ മറ്റെല്ലാവരെക്കാളും പൊക്കമേറിയവനാണ്, ഞാൻ എല്ലാവരെക്കാളും സൗന്ദര്യമുള്ളവനാണ്, ഞാനൊരു ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്, എനിക്ക് നല്ലൊരു കുടുംബ പശ്ചാത്തലമുണ്ട്. തീർച്ചയായും ശൗൽ അങ്ങനെയൊക്കെ പറയാമായിരുന്നു. എന്നാൽ ശൗൽ ഇവിടെ ഇതാ തന്നെ താഴ്ത്തി ശമൂവേലിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്ന ഒരു ശൗലിനെ നാം കാണുകയാണ്. പിന്നീട് താഴെയുള്ള വാക്കുകൾ കാണുകയാണ്. ശൗലിനെ ആ ഭക്ഷണത്തിന്റെ പന്തിയിലിരുത്തുകയാണ്. അവൻ ശ്രേഷ്ഠമായ ഭക്ഷണം നൽകി അവനെ മാനിക്കുകയാണ്. ശൗൽ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിയപ്പോൾ അവനെ മറ്റുള്ള മുമ്പിൽ ദൈവം മാനിക്കുന്നതായിട്ട് നാം കാണുകയാണ്. പിന്നെ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ 10-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ ശൗലിന്റെ കിരീടധാരണം നാം കാണുകയാണ്. ആ കിരീടധാരണത്തിന് മുമ്പ് ആ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ നാം പ്രകാരം വായിക്കുന്നു, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് ശൗലിനോട് ശമൂവേൽ പറയുകയാണ്. ശൗലിനോട് ശമൂവേൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശൗൽ വളരെ അനുസരണയോടെ കേട്ട് അനുസരിച്ച് അവൻ അവിടെ ആ ദൈവത്തിന്റെ അരുളപ്പാടിനായി കാത്തു നിൽക്കുന്ന ഒരു മനോഭാവം അവനിൽ നാം കാണുകയാണ്. ശൗലിന്റെ മറ്റൊരു പ്രത്യേകത നാം കാണുകയാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ദൈവത്തിന്റെ ആലോചനയ്ക്കും അരുളപ്പാടിനുമായി ക്ഷമയോടെ കാത്തു നിൽക്കുവാനുള്ള ഒരു സ്വഭാവ സവിശേഷത നാം ശൗലിൽ ഇവിടെ കാണുകയാണ്. പിന്നീട് 10-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ ശൗലിന് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. മുൻപോട്ട് അവൻ സഞ്ചരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അനേകം അടയാളങ്ങളെ കാണുവാൻ കഴിയുമെന്നൊക്കെ ശൗലിനോട് ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശൗൽ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ഇതൊക്കെയും അനുസരിക്കുവാൻ വളരെ ബാധ്യസ്ഥനും വളരെ ആത്മനിറവോടും കൂടെ നിൽക്കുകയാണ്. ഈ 10-ാം അധ്യായത്തിലെ വലിയ പ്രത്യേകത എന്നുള്ളത് നമ്മവിടെ കാണുന്നത്, ദൈവം ശൗലിന് ഒരുപാട് ഭൗതികമായ നന്മകൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും അവനൊരു കുറവ് ദൈവം കണ്ടതുകൊണ്ട് അവനൊരു നല്ലൊരു ഹൃദയത്തെ ദൈവം അവിടുന്ന് പകർന്നു നൽകുകയാണ്. നാം കാണുന്നു 10-ാം വാക്യത്തിൽ, അങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു വേലഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ദൈവസന്നിധിയിൽ ശൗൽ തന്നെ താഴ്ത്തിയപ്പോൾ, ദൈവത്തിന്റെ ആലോചനയെ മാനിച്ചപ്പോൾ ദൈവം അവരുടെ ഹൃദയത്തെയും അവിടെ രൂപാന്തരപ്പെടുന്നതായിട്ട് കാണുകയാണ്. മറ്റൊരു ഹൃദയം അവിടെ വെച്ചുപിടിപ്പിക്കുകയാണ്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു.
അവന് ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ഹൃദയത്തിൽ മേൽ വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിന്റെ രാജാവും വിമോചകനുമായ ആ ശൗലിനെ, അവനെ ആ രാജ്യം ഭരിക്കുവാനുള്ള സ്വഭാവ സവിശേഷതകളിലേക്ക് ആ കർത്താവ് അവനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. നാം കാണുന്നു 5-ാം വാക്യത്തിലെ ശൗലിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, നീ ദൈവഗിരിക്ക് പോകണം, അവിടെ പ്രവാചകന്മാർ നിന്നെ കാണും. അപ്രകാരമൊക്കെ ആ ശൗലിന്റെ ജീവിതത്തിൽ അവിടെ സംഭവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്ന 10-ാം വാക്യത്തില് അവൻ ഗിരിയെങ്കിലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം വരികയാണ്. ശമൂവേൽ പറഞ്ഞതുപോലെ ഒരു പ്രവാചക ഗണം വരികയാണ്. ആ പ്രവാചക ഗണത്തോട് ചേർന്ന് പ്രവചിക്കുന്ന ശൗലിനെയാണ് നാം പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശൗലിന്റെ കുടുംബ പശ്ചാത്തലം അറിയുന്ന മറ്റുള്ളവർ ശൗലിനെ വളരെ ആശ്ചര്യത്തോടു കൂടെ നോക്കുകയാണ്. ഇവൻ ആ കീശിന് മകൻ തന്നെയല്ലയോ, ഇവൻ ആ സമ്പന്ന കുടുംബത്തിലുള്ളവൻ തന്നെയല്ലയോ, അവൻ എങ്ങനെയാണ് ഈ ദരിദ്ര കുടുംബത്തിലുള്ള പ്രവാചകരെ പോലെ പ്രവചിക്കുവാനായിട്ട് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ശൗലിന്റെ മാറ്റം ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തിയപ്പോൾ ശൗലിന്റെ ഒരു വലിയൊരു മാറ്റം നാം കാണുകയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടുവാനായിട്ട് ശൗൽ തീരുകയാണ്. പിന്നീട് 11-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു യുദ്ധം നേരിടാൻ പോവുകയാണ്. ഇസ്രായേൽ രാജാവായി താൻ അഭിഷേകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ അമോന്യർ ഇസ്രായേലിനെ ആക്രമിക്കുവാനായി കടന്നു വരികയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? അവിടെയും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു ശൗലിനെ നാം കാണുകയാണ്. 11-ാമത്തെ ഭാഗത്തിന്റെ പ്രകാരം വായിക്കുന്നു, ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്ന് അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് ശൗലിന് പ്രത്യേകമായ ചില കാര്യങ്ങളെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ അപ്രകാരമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ അമോന്യരെ കീഴടക്കുവാനായിട്ട് ശൗലിന് ഇടയായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് തന്നെ താൻ വിധേയപ്പെട്ട ശൗലിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വിജയം ദൈവം നൽകുകയാണ്. അവനെ ദൈവം പിന്നെയും മാനിക്കുകയാണ്. അമോന്യരെ കീഴടക്കുവാനായിട്ട് ശൗലിന് ദൈവം കൂടെ നിൽക്കുകയാണ്. ജനമൊക്കെയും അവന്റെ കൂടെ നിൽക്കുകയാണ്. ശൗൽ പ്രകാരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ ജനമൊക്കെയും അവനോട് ചേർന്ന് നിന്ന് രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ മാനിക്കുന്നു. പിന്നീടാണ് ശൗലിന്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം തുറക്കുവാനായി പോകുന്നത്. ഇവിടെ ഇത്രയും നേരം നാം മഹത്വത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ശൗലിനെ നാം കാണുകയാണ്. എല്ലാ വിധത്തിലും ആ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ശൗൽ എല്ലാ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികമായി എല്ലാ നന്മകളിലും ഏറ്റവും മഹത്വത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ശൗലിനെയാണ് നാം ഇത്രയും നേരം പരിചയപ്പെട്ടത്. എന്നാൽ അവന്റെ ജീവിതത്തിലൂടെ പിന്നീടുള്ള അനുഭവം കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു പാപം അവന്റെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. പരാജയത്തിന്റെ കൈപ്പത് അവൻ കുടിക്കാൻ പോവുകയാണ്. തന്റെ ജീവിതത്തിൽ ഒരു പാപം കടന്നു വന്നപ്പോൾ അവന്റെ മഹത്വത്തിന്റെ ഉയർച്ചയിൽ നിന്ന് അത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോവാൻ പോവുകയാണ്. 12, 13, 14 അധ്യായങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ പാപം അവന്റെ എന്തായിരുന്നു? നമുക്കറിയാം. 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ഞാൻ തന്നെ ഹോമയാഗം കഴിച്ചു. നാം മുമ്പേ 11-ാം അധ്യായത്തിൽ ശൗലിന് ചില കൽപ്പനകൾ കൊടുക്കുകയാണ്. താൻ എപ്രകാരമൊക്കെ ആയിരിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ശമൂവേൽ പറയും, ഞാൻ വരുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കണം, ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ നിനക്ക് പറഞ്ഞു തരാമെന്ന് ശമൂവേൽ 11-ാം അധ്യായത്തിൽ ശൗലിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ശൗൽ ഇവിടെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് അവൻ കാത്തു നിൽക്കുവാൻ കഴിയാതെ, ശമൂവേലിനെ കാത്തു നിൽക്കുവാൻ കഴിയാതെ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് തന്നെ ധൈര്യപ്പെട്ടുകൊണ്ട് അവനോട് ഹോമയാഗം കഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പ് ശൗലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവൻ കാത്തു നിൽക്കുന്നവനായിരുന്നു. അവൻ ക്ഷമയോടെ ദൈവത്തിന്റെ ആലോചനയ്ക്കായി കാത്തു നിൽക്കുന്നവനായിരുന്നു. എന്നാൽ എല്ലാവിധമായ നന്മകളാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ പ്രകാരം അവന്റെ ജനമായ സ്വഭാവത്തിൽ ഇങ്ങനെ ചിന്തിച്ചു കാണും, ഇന്നെനിക്ക് ആരോഗ്യമുണ്ട്, ഇന്നെനിക്ക് എല്ലാം ഉണ്ട്, രാജ്യമുണ്ട്, രാജ്യപദവിയുണ്ട്, ജനങ്ങൾ എന്നോട് കൂടിയാണ്, ഇനി ഞാൻ എന്റെ ദൈവത്തിന്റെ ആലോചനയെ ഭയപ്പെട്ട് നിൽക്കണം.
ഞാനിനി എന്തിന് മറ്റൊരാളുടെ ആലോചനയെ കാത്തു നിൽക്കണം? ഈ രാജ്യം എനിക്ക് ഭരിക്കുവാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവരെ എനിക്ക് കീഴടക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് എനിക്ക് എല്ലാം സാധ്യമാണ് എന്ന ഒരു ചെറിയൊരു ചിന്ത ശൗലിന്റെ ഹൃദയത്തിലൂടെ കടന്നു വരികയാണ്. ആ ജടികമായ ചിന്ത അവന്റെ ഇവിടെ ആത്മീകമായ പരാജയത്തിലേക്ക്, അവന്റെ ആത്മീകവും ഭൗതികവും എല്ലാം നിലയിലുള്ള പരാജയത്തിലേക്ക് അവനെ ഇവിടെ കൊണ്ടുവരികയാണ്. പരാജയത്തിന്റെ ചുവടുവയ്പ് ഇവിടെ തുടങ്ങുകയാണ്. കർത്താവ് അവനോട് എന്ത് ചെയ്യരുതെന്ന് കൽപ്പിച്ചുവോ അത് ഇവിടെ ശൗൽ ചെയ്യുകയാണ്. അവനോട് കർത്താവിന്റെ വാക്കുകൾ വായിക്കുമ്പോൾ പിന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത്, അവൻ ആ ഹോമയാഗം കഴിച്ചതിന് ശേഷം ശമൂവേൽ കടന്നു വരികയാണ്. ശമൂവേൽ കടന്നതിന് ശേഷം ശമൂവേലിനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? ശമൂവേൽ അതിനുള്ള മറുപടി ശമൂവേലിന്റെ അടുത്തൊരു പാപമായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ആ 12 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഫെലിസ്ത്യർ ഇപ്പോൾ എന്നെ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കുകയും ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിക്കുന്നില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ദൈവപ്പെട്ട് ഹോമയാഗം കഴിച്ചു പോയി എന്ന് പറയുകയാണ്. ശൗലിന്റെ ഒരു പാപ സ്വഭാവത്തെ നമ്മുടെ വീക്ഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയാണ്. തന്റെ പാപം ശമൂവേലിന് മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നതിന് പകരം തന്നെത്താൻ നീതീകരിക്കുവാനായി ശ്രമിക്കുന്ന ശൗലിനെ നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പാപം തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനെ ഏറ്റു പറയുന്നതിന് പകരം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന, നീതീകരിക്കാൻ ശ്രമിക്കുന്ന ശൗലിനെയാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് അവന്റെ അടുത്ത പരാജയത്തിന്റെ ചുവടുവെപ്പായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ 14-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ അവന്റെ ഭോഷത്വമായ ഒരു ശബ്ദം നാം കാണുകയാണ്. അത് തന്റെ സ്വന്തം ചിന്തയാൽ ശൗൽ ഒരു കഠിന ശബ്ദം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവത്തിന്റെ ആലോചനയ്ക്കായി കാത്തു നിൽക്കുകയും ചെയ്ത ശൗൽ ഇവിടെ സർവ അനുഗ്രഹങ്ങളും പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സ്വയത്തിൽ ആശ്രയിക്കുകയും സ്വയത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ശൗലിനെയാണ് നാം കാണുന്നത്. അത് അവന്റെ വലിയ തകർച്ചയ്ക്ക് കാരണമായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ച, തന്റെ ഭൗതികമായ നന്മകളിൽ, തന്റെ പൊക്കത്തിൽ, തന്റെ ആരോഗ്യത്തിൽ, തന്റെ യൗവനത്തിൽ, തന്റെ കൂടെയുള്ളവരിൽ ആശ്രയം വെച്ച ശൗലിനെയാണ് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയൊന്നും കർത്താവിൽ ആശ്രയിക്കുന്ന ശൗലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വയം ധൈര്യപ്പെടുന്ന, എനിക്കെല്ലാം കഴിയുമെന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാടിന് അടിമയായിട്ട് ശൗൽ മാറുകയാണ്. പിന്നീട് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ദൈവം അവനെ ആ രാജസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയാണ്. ദൈവം അവന്റെ മകനെ അവനിൽ നിന്ന് വേർപിരിക്കുകയാണ്. തന്റെ ജനത്തെ അവനിൽ നിന്ന് മാറ്റുകയാണ്. തീർന്നില്ല, ആശ്രയിക്കുവാൻ കഴിയാതെ സഹായനായി പടയാളികളുടെ മുൻപിൽ നിന്നുകൊണ്ട് ആ വാളിന്മേൽ ആത്മഹൂതി ചെയ്യുന്ന ശൗലിനെ നാം കാണുകയാണ്. അവിടെയും ശൗൽ ദൈവത്തിലല്ല ആശ്രയിച്ചത്. പ്രിയപ്പെട്ടവരെ, തന്റെ ആശ്രയങ്ങളെല്ലാം അറ്റുപോയപ്പോൾ, തനിക്ക് ആരുമില്ലെന്ന ചിന്താഗതി കടന്നു വന്നപ്പോൾ തന്റെ ആത്മാവിനെ നശിപ്പിക്കാനായി ശൗൽ ശ്രമിക്കുകയാണ്. ശൗൽ അപ്രകാരം ചെയ്യുകയാണ്. ഒരു ജഡീക മനുഷ്യന്റെ മരണം അവിടെ സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു ചെല്ലുമ്പോൾ ആ പഴയ ദൈവത്തോടുള്ള പഴയ സ്നേഹവും ആത്മാർത്ഥതയും അവരോടുള്ള കാഴ്ചപ്പാടും ഇന്ന് നമ്മൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു വലിയ ഒരു വിശകലനം നമുക്ക് ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരണം. നാം ആശ്രയിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണോ, നമ്മുടെ സൗന്ദര്യത്തെയാണോ, നമ്മുടെ കുലമഹിമകളെയാണോ, നമ്മുടെ വിദ്യാഭ്യാസത്തെയാണോ, നമ്മുടെ കുടുംബ പശ്ചാത്തലമാണോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും സാധ്യമാവുകയില്ല. ദൈവം മാനുഷികമായ നിലയിലുള്ള ആ കാര്യങ്ങളെ നോക്കി സ്തുതിക്കുമ്പോൾ ദൈവം നോക്കുന്നത് അവന്റെ ഹൃദയത്തെയാണ്. തീർച്ചയായും ഒരിക്കലും ശൗലിന്റെ പ്രത്യേകത കണ്ടിട്ടല്ല ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ പദ്ധതികൾ വ്യത്യസ്തമായിരുന്നു. ശൗലിനുണ്ടായിരുന്ന കുറവുകളെ മാറ്റി അവന് നല്ലൊരു ഹൃദയമൊക്കെ ദൈവം കൊടുത്തു. എന്നാൽ ജഡസ്വഭാവം അവന്റെ ഹൃദയത്തിലോട്ട് കടന്നു വന്നപ്പോൾ ആത്മസ്വഭാവം, ആത്മീയമായ ഒരു മനുഷ്യന്റെ അന്ത്യമാണ് നാം കാണുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു വലിയ പാഠപുസ്തകമായി ശൗൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നത് കർത്താവിനല്ലാതെ മറ്റൊന്നിലുമില്ല. ആശ്രയിക്കുവാൻ കഴിയുന്ന, നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
ഈ ഇഹലോകത്തിലുള്ള എല്ലാ ശക്തികളും നാം ആശ്രയിക്കുവാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ഒരു നാൾ ഭ്രമിച്ചു പോകുവാൻ, ഭയപ്പെടുവാൻ ഇടയായി പോവുകയില്ല. യുദ്ധത്തിന് നടുവിൽ നിൽക്കുമ്പോഴും നമ്മെ ജയോത്സവമായി വഴിനടത്തുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് ഇടയായിട്ട് തീരും. ഒരാശയം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമ പുസ്തകത്തിലോട്ട് കടന്നു വരുമ്പോൾ മറ്റൊരു ശൗലിനെ നാം പരിചയപ്പെടുകയാണ്. ആരായിരുന്നു ആ ശൗൽ? അപ്പോസ്തലനായ പൗലോസ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ നാമത്തിൽ നിക്ഷേപം ഞങ്ങൾക്ക് മുൻപാകങ്ങളാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനൊരു മൺപാത്രമാണ്. ഈ ഒരു തിരിച്ചറിവാണ് ശൗലിന് ഇല്ലാതെ പോയത്. ഞാൻ ഒന്നുമില്ല എന്നൊരു തിരിച്ചറിവ് ശൗലിന് ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാമാണെന്നുള്ള ഒരു വലിയ അഹങ്കാരമായിരുന്നു ശൗലിന് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമില്ല, ഞാനൊരു മൺപാത്രമാണ്, ദുർബലമായ ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു തിരിച്ചറിവാണ് നാം കാണുന്നത്. എങ്കിലും ശൗൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവന്റെ അത്യന്ത ശക്തി എന്നിൽ വ്യാപരിക്കുമ്പോൾ ഞാൻ ഉറപ്പുള്ളവനായി, എന്റെ മൺപാത്രം ഉറപ്പുള്ളവനായി തീരുകയാണ്. ആ നിക്ഷേപം, അവന്റെ സുവിശേഷം എന്റെ ഹൃദയത്തിലോട്ട് ആഴത്തിൽ ചെല്ലുമ്പോൾ ഞാൻ സൗന്ദര്യമുള്ളവനായി മാറുകയാണ്. ഞാൻ കുശവന്റെ കയ്യിലെ നല്ല കളിമൺ പാത്രം പോലെ ആയി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, വെറും മൺപാത്രമായിരുന്ന എന്നിൽ അവന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ ഞാൻ ഉറപ്പുള്ളൊരു പാത്രമായി മാറുകയാണ്. ഞാനൊരു അനുഗ്രഹപാത്രമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തിരിച്ചറിവാണ് ഈ വാക്യങ്ങളിൽ കൂടി നമുക്കും ഓർമ്മിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒന്നുമില്ല എന്നുള്ള ഒരു ബോധ്യം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവണം. നാം വെറും ഒരു മൺപാത്രമാണ്. കുശവൻ തന്റെ കയ്യിലെ കളിമൺ പാത്രം എങ്ങനെ വീണ്ടെടുക്കുന്നുവോ അപ്രകാരം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മളെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. ദുർബലമായ ഈ മനുഷ്യ ശരീരത്തിൽ കർത്താവിന്റെ സാന്നിധ്യം നിറയുമ്പോൾ നാം സൗന്ദര്യമുള്ളവരായി മാറും, നാം ഉറപ്പുള്ളവരായി തീരും, നാം മറ്റുള്ളവർക്ക് അനുഗ്രഹപാത്രമായിട്ട് തീരും. അതാണല്ലോ താഴെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കെടുക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് സകല വിധത്തിലും കഷ്ടം ഉണ്ട്, എനിക്ക് സകല വിധത്തിലും ഉപദ്രവമുണ്ട്, എനിക്ക് സകല വിധത്തിലും ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ വീണ് കിടക്കുന്നവരാണ്, എങ്കിലും ഞാൻ നശിച്ചു പോകുവാൻ ഇടയാവുന്നില്ല. ഞാൻ ഇവിടെ കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിപ്പോകുവാൻ ഇടയാകുന്നില്ല. ഞാൻ ഉപദ്രവം സഹിക്കുന്നുവെങ്കിലും ബുദ്ധിമുട്ടുന്നെങ്കിൽ നിരാശപ്പെടുവാൻ ഇടയാകുന്നില്ല. ഞാൻ ഉപദ്രവം സഹിക്കുന്നുവെങ്കിലും ഉപേക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നില്ല. ഞാൻ വീട് കിടക്കുന്നുവെങ്കിലും നശിച്ചു പോകുവാനായി ഇടയാകില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ വലിയ പ്രത്യാശയാണ് കാണുന്നത്. മൺപാത്രമായി എന്നിൽ കർത്താവ് വസിച്ചപ്പോൾ എന്നിൽ നേരിടുന്ന പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒന്നും എനിക്ക് സാരമില്ല. ദൈവം നൽകുന്ന എല്ലാത്തിനും മധ്യേ എനിക്ക് ആശ്രയിക്കുവാൻ, എനിക്ക് ആശ്വസിക്കുവാൻ, സ്തുതിക്കുവാൻ ഒരു നാമമുണ്ട്. എന്റെ സുഖത്തിലും എന്റെ ദുഃഖത്തിലും എന്റെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് എനിക്ക് കഴിയും. കാരണം എന്നെ ശക്തിപ്പെടുത്തുന്നത് അവന്റെ അത്യന്ത ശക്തിയാണ്. എന്നെ ഉറപ്പിക്കുന്നത് അവന്റെ അത്യന്ത ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പാട്ടുകാരൻ പാടിയ പോലെ, ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും നിന്നെ ഞാൻ സ്തുതിക്കും. ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും നിന്നെ ഞാൻ സ്തുതിക്കും. ഏതൊരു കാലത്തും ഏതൊരു നേരത്തും യേശുവേ നിന്നെ ഞാൻ സ്തുതിക്കും. ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും നിന്നെ ഞാൻ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ഇമ്പമാണെങ്കിലും തുമ്പമാണെങ്കിലും
ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എങ്ങനെയാണ് കഴിയുന്നത്? ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, ഞാനൊരു മൺപാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ തന്നെ താൻ ധേയപ്പെടുത്തുന്ന ഒരുവന് മാത്രമേ ഇപ്രകാരം കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലൊക്കെ ദൈവത്തെ സ്തുതിക്കുവാനും ആശ്രയിക്കുവാനുമായിട്ട് കഴിയുകയുള്ളൂ. ശൗൽ സ്വയത്തിൽ ആശ്രയിച്ചപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ ആശ്രയിക്കുവാനുള്ളത് ആ ജീവനുള്ള ദൈവത്തിലായിരുന്നു. എന്റെ ആരോഗ്യം എനിക്ക് നഷ്ടപ്പെടും, എന്റെ സൗന്ദര്യം എനിക്ക് നഷ്ടപ്പെടും, ഞാൻ ആശ്രയിക്കുന്നതെല്ലാം എനിക്ക് നഷ്ടപ്പെടും, എങ്കിലും ഞാൻ വീട് പോകുവാൻ അവൻ ഇടയാക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? 11-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. നാം അവനെ വഹിക്കുന്നവരായിട്ട് തീരണം. നമ്മുടെ സൗന്ദര്യത്തെ അല്ല വഹിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തെ അല്ല വഹിക്കേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസത്തെ അല്ല വഹിക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള പടയാളികളെ കൂടെയുള്ള കൂട്ടത്തെയല്ല നാം നമ്മൾ വഹിക്കേണ്ടത്. നാം വഹിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആ ജീവനുള്ള ദൈവത്തെയാണ് നാം വഹിക്കേണ്ടത്. അവനെ നാം വഹിക്കുമ്പോൾ അവൻ നമ്മെ വഹിക്കുവാനായി ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. അപ്രകാരം അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം. നമുക്ക് നമ്മുടെ ആശ്രയം അവനിൽ മാത്രം നമുക്ക് വെക്കാം. ഇന്നുള്ളതെല്ലാം എനിക്ക് നഷ്ടപ്പെടും, ഇന്നുള്ളതെല്ലാം വെറും മൺപാത്രങ്ങളാണ്. എന്നാൽ കർത്താവിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ മൺപാത്രം ഉറപ്പുള്ളതായിട്ട് മാറുന്നത്, സൗന്ദര്യമുള്ളതായിട്ട് തീരുന്നത്. അവന്റെ കൈ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കുശുവന്റെ കയ്യിലെ കണ്ണൻ പാത്രം പോലെ അവൻ നമ്മെ മെന്നെടുക്കും. അപ്രകാരം അവന് വിധേയപ്പെട്ട് നമ്മളെ തന്നെ താഴ്ത്തി അവരുടെ സന്നിധിയിൽ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അവന് വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സമയം തന്ന ദൈവസഭയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. അവന് വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.